മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി മുസ്ലിം ലീഗ്. ഈ മാസം 18-ന് കോഴിക്കോട്ട് ചേരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സമര പരിപാടികൾക്ക് രൂപം നൽകും. വിഷയത്തിൽ സർക്കാർ പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ലീഗിന്റെ തീരുമാനം. മുബഷീർ പി അക്ബർ വീണ്ടും എത്തുന്നു. നമുക്കൊപ്പം മുബഷീർ, വലിയ വിഷയമാണ്, പലതവണ ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ വർഷം നടപ്പാക്കുന്നില്ല എന്നതിന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ന്യായവും നമ്മൾ കേട്ടുകഴിഞ്ഞു, പ്രേക്ഷകരും കേട്ടുകഴിഞ്ഞു. ഏത് രീതിയിൽ ഈ വിഷയം ഏറ്റെടുക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്? സുജയ പാർവതി, 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഉപരിപഠനത്തിന് സാധ്യതയില്ലാത്ത വിധം സർക്കാരിന്റെ നിഷ്ക്രിയമായ നിലപാടിലുള്ള വിദ്യാർത്ഥികൾ ആശങ്കയിലാവുന്ന ഒരു സാഹചര്യമാണ് മലബാറിലുള്ളത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ മുസ്ലിം ലീഗ് കൃത്യമായ നിലപാട് സർക്കാരിനോട് പറഞ്ഞിരുന്നു. അടിയന്തരമായ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി ലീഗ് രംഗത്ത് വരുമെന്ന് കഴിഞ്ഞ ദിവസം ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പരസ്യ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ വരുന്ന 18-ാം തീയതി കോഴിക്കോട് ചേരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് രൂപം നൽകുക. ആദ്യം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളായ യൂത്ത് ലീഗും MSF ഉൾപ്പെടെയുള്ള സംഘടനകളായിരിക്കും സമരരംഗത്തുണ്ടാകുക. MSF ആദ്യഘട്ടത്തിൽ മലപ്പുറത്ത് വലിയൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നാണ് PK നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിക്കുന്നത്. അതിനുശേഷം യൂത്ത് ലീഗിന്റെ സമരമുണ്ടാകും. തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിന്റെ തന്നെ വലിയ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ 18-ാം തീയതി ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ലീഗ് MLA-മാരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കും. മലബാറിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിന് ഇവിടെ സാധ്യത ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ റിപ്പോർട്ടറിലൂടെ പ്രതികരണം നടത്തിയിരുന്നു. പഴഞ്ചൻ വാദം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടിയിരിക്കുന്നു. 7 കൊല്ലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണയുണ്ടായ സമാനമായ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ KT ജലീൽ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ ജില്ലയിൽ നടത്തുന്ന ഒരു പ്രചാരണം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഏറ്റവും അധികം വർദ്ധിച്ചത് കഴിഞ്ഞ UDF സർക്കാരിലായിരുന്നു. PK അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തെ 25,000-ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പ്രൈവറ്റ് രജിസ്ട്രേഷനായി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് സീറ്റ് കുറവുണ്ടായതുകൊണ്ടാണ്. തെക്കും വടക്കും നോക്കാതെ അന്നത്തെ UDF സർക്കാർ സീറ്റ് നൽകി എന്നുള്ളതായിരുന്നു LDF നടത്തിയ പ്രചാരണം. എന്നാൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൽ ഉൾപ്പെടെ കൊണ്ടുവന്നത് UDF സർക്കാരാണ്. CH മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. 150-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് ഈ ഒരു UDF സർക്കാരാണെന്ന കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം വാദപ്രതിവാദങ്ങൾക്കപ്പുറത്തെ അടിയന്തരമായ ഒരു ഇടപെടൽ, അതിലൂടെ ഒരു പരിഹാര നടപടി വേണമെന്ന കാര്യത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നത്. വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നൊരു സാഹചര്യത്തിൽ പൂർണ്ണമായും അധിക സീറ്റ്, അധിക ബാച്ച് വേണമെന്ന കാര്യത്തിൽ അത് തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. 18-ാം തീയതി കോഴിക്കോട് ചേരുന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ രൂപം നൽകും. ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തുടർ നീക്കം അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ തുടരെ നടത്താൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം. മറുഭാഗത്തെ MSF, KSU, ഫ്രട്ടേണിറ്റി പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളും പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. സമസ്തയെ പോലുള്ള സമുദായ സംഘടനകളും ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ SKSF ആയ EK വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഒരു നൈറ്റ് മാർച്ച് മലപ്പുറത്ത് സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 200-ലധികം വിദ്യാർത്ഥികളെയും ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംഘടിപ്പിച്ച പരിപാടി സർക്കാർ നൽകിയ ഒരു താക്കീതായിട്ട് തന്നെയാണ് സമസ്തയും മുന്നോട്ട് വെക്കുന്നത്. ജുഫ്രി മുത്തുക്കോയ തങ്ങൾ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇടപെടേണ്ടതെന്ന പ്രതികരണം നടത്തിയ ഒരു സാഹചര്യം ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും സമസ്ത ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണെന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരമായി ഒരു സമുദായ സംഘടനകൾ രംഗത്ത് വരുമ്പോൾ എന്ത് നിലപാട് സർക്കാർ ഇനി സ്വീകരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വിശേഷിച്ചും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക സർക്കാരിനുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അധിക ബാച്ചുകൾ അനുവദിച്ചാൽ അത് സാമുദായിക സമവാക്യങ്ങളെ ഉൾപ്പെടെ ആ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് എത്തിക്കുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ സർക്കാർ ആശങ്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അതിലൊരു പുനർവിചിന്തനം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മലബാറിലെ രാഷ്ട്രീയ സംഘടനകളും സാമുദായിക പാർട്ടികളും വ്യക്തമാക്കുന്നത്.